ഇത് ഇന്ന് കിട്ടിയ നല്ല പച്ച കായൽ തെള്ളിച്ചെമ്മീനാണിത്. നമ്മുടെ വേമ്പനാട് കായലിലെ ചെമ്മീനാണ് കേട്ടോ. നമ്മുടെ വേമ്പനാട് കായലിലെ ചെമ്മീനാണ് ഇന്ന് കിട്ടിയത്. വടക്കോട്ടൊന്നും ഇന്ന് കൊച്ചിയിലേക്കൊന്നും അങ്ങനെ ചെമ്മീനില്ല. അപ്പോൾ ഇന്ന് കിട്ടിയ നല്ല ഫ്രഷ് ചെമ്മീനാണിത്. നമ്മളിത് ഉണക്കാനിടാൻ പോകുവാണ്. നല്ല വെയിലുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ നല്ല ഫ്രഷ് ഉണക്കച്ചെമ്മീനാവും. നന്നായിട്ട് നമ്മൾ കഴുകിയതാണ്. നമ്മൾ കഴുകിയിട്ട് കൊണ്ട് അഥവാ എന്തെങ്കിലുമൊക്കെ ഈ കായലിലുണ്ടാകും, പ്ലാസ്റ്റിക് അല്ലേ മൊത്തം ഇപ്പോൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പം നമ്മളതെല്ലാം പെറുക്കി കളഞ്ഞ് കഴുകി നല്ല ക്ലീനാക്കി. നമ്മൾ പിന്നെ ഉണക്കുന്നത് മണ്ണിലിട്ടല്ല കേട്ടോ, മണ്ണിലുമല്ല, നമ്മൾ താഴെയും ഷീറ്റ് വിരിച്ചല്ല ഉണക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ടെറസിലാണ് നമ്മൾ ചെമ്മീൻ എടുത്തു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അത് ഇവിടെ ഒരാൾ ഷീറ്റ് വിരിക്കുന്നുണ്ട് ചേട്ടൻ. അപ്പോൾ നമ്മൾ നന്നായിട്ടിതിപ്പോൾ നല്ല ഫ്രഷായിട്ട് പട്ടി പൂച്ച അങ്ങനെയുള്ള ഒന്നും തൊടാതെയാണ് നമ്മൾ വീടിൻ്റെ ടെറസിലിട്ട് ഉണക്കുന്നത്. അത്രയ്ക്ക് വൃത്തിയോട് കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഉണക്കച്ചെമ്മീന് വേണ്ടവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിന്ന് എങ്ങനെയാണിത് ഫ്രഷായിട്ട് ഉണക്കി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെന്തായാലും ഇത് ആദ്യം ഇതൊന്ന് വിരിക്കട്ടെ കേട്ടോ. ഷീറ്റ് വിരിച്ചിട്ട് ഷീറ്റൊന്ന് ചൂടായിട്ടേ നമ്മൾ ഇടുകയുള്ളൂ കേട്ടോ, എങ്കിലേ ചെമ്മീനൊരു കളർ വരുള്ളൂ. ഷീറ്റ് വിരിച്ച് അപ്പം തന്നെ ഇടില്ല. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഉണക്കാനിടാൻ പോകുവാണേ. അതെ, ചെമ്മീൻ നമ്മൾ ഉണക്കാനായിട്ട് വിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഓരോന്നോരോന്നും ഇങ്ങനെ തൊടാതെ കിടക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. ഓരോന്നോരോന്നും മുട്ടി കിടന്നെങ്കിൽ നന്നായിട്ട് ഉണങ്ങില്ല. അതാണ് ഇത് കണ്ടോ, വിരിച്ചിരിക്കുന്ന കണ്ടോ. ചെമ്മീൻ ഒരെണ്ണമായിട്ട് മുട്ടരുത്. അപ്പോൾ നമ്മളിത് ഉണക്കാൻ തന്നെ നമുക്ക് ഒത്തിരി സ്ഥലം വേണ്ടി വരും. കാരണം ഇത് ഇപ്പോൾ ഈ ടെറസ് ഫുള്ള് നമ്മളിടും എല്ലാ ദിവസവും. ഫുള്ളിട്ടാലേ നമുക്കിത് ചെമ്മീൻ ഉണങ്ങി കിട്ടുള്ളൂ. കാരണം ഇങ്ങനെ വിട്ട് കിടക്കണം. ഇങ്ങനെ പരസ്പരം ഒന്നിൻ്റെ പുറത്തൊരെണ്ണം കയറി കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങില്ല, അതെല്ലാം ഇങ്ങനെ അവിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് തൊടാതെ വേണം നമ്മളിടാനായിട്ട്. അപ്പോൾ ഇതേ നമ്മൾ കംപ്ലീറ്റ് ഇവിടെ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഫുള്ള് സ്ഥലത്തിടാനുള്ള അത്രയും ചെമ്മീൻ കിട്ടിയില്ല കേട്ടോ. ഒരു 30-35 കിലോയേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മളെ തൊട്ടപ്പുറത്ത് നമ്മുടെ ചേച്ചിയുടെ വീടുണ്ട്, അവിടെയും കൊണ്ട് കുറച്ച് മേലിട്ടിട്ടുണ്ട്, താഴത്തിടാറില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലിട്ടിരിക്കുന്നതാണിത്. ഇവിടെ ഇപ്പുറത്തെ സൈഡിലോട്ട് വെയിൽ കിട്ടുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഫുള്ള് ഇവിടെ തന്നെ ഇട്ടു. അപ്പോൾ അതെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നോക്കാൻ കിട്ടിയത് ഒരു നിറമൊക്കെ വെച്ചിരിക്കും. ഇപ്പോൾ സമയം ഒരു 3 മണിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്മീത്തിൻ്റെ കളർ കണ്ടോ. നമ്മൾ രാവിലെ ഇട്ട ചെമ്മീൻ നമ്മൾ ഇടയ്ക്കൊന്നൊന്ന് നോക്കിയെങ്കിലും ഇടയ്ക്ക് ഇത്തിരി വെയിൽ കുറഞ്ഞ കാരണം നമ്മൾ പിന്നെ ഒന്നൊന്നും തട്ടിക്കൂട്ടിയിട്ടില്ല. ഇപ്പോൾ ഇതേ ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കറക്റ്റ് 3 മണി 2:57 ആ ഒരു ടൈമായി. അപ്പോൾ ഈ കളറായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് എല്ലാം കൂടി ഒന്ന് തട്ടിക്കൂട്ടി ഒന്ന് ഇടാൻ പോകുവാണേ. ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ ഇത് നിരത്തിയിടാൻ പോവുകയാണേ. അപ്പോൾ ഇത് നമ്മൾ എല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് സമയം കിടക്കണം കേട്ടോ. ഇങ്ങനെ ഒരു കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇട്ടേക്കും. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും നിരത്തുന്നത്. അതെന്താണ് കാര്യമെന്ന് അറിയില്ല, പണ്ട് മുതൽ അങ്ങനെയാണ് ചെയ്തു പോരുന്നത് അമ്മയൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് കുറച്ച് സമയം ഇട്ടിട്ട് നമ്മളിത് വീണ്ടും നിരത്തിയിടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടി വെച്ച ചെമ്മീൻ നമ്മൾ വീണ്ടും നിരത്താൻ പോകുക. ഈ കൂട്ടി വെച്ച് കഴിഞ്ഞുള്ള പ്രത്യേകം വെച്ചാൽ നമ്മൾ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ നിരത്തുമ്പോൾ ചെറുതായിട്ടൊരു കളർ വരും. ഇങ്ങനെ ഉള്ളിൽ നിന്ന് നല്ല ചൂടാണല്ലോ, കാരണം ഈ ചെമ്മീൻ ഇതിങ്ങനെ ഇരുന്ന് കുറച്ച് ഉണങ്ങുമ്പോൾ തന്നെ ഉള്ളിലൊരു നല്ല ചൂടാകും. കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് അടുത്തോട്ട് നിന്നിട്ട് നമ്മളിതിങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിലില്ലേ നമ്മുടെ മുഖത്തൊക്കെ നല്ലതായിട്ട് ചൂട് മുഖത്തേക്ക് അടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അതൊന്ന് ഒരു കോല് കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് നിരത്തിയിടുന്നത്. അങ്ങനെ പഴയതിൻ്റെ അത്രയും ഇതായിട്ടിടണ്ട, കുറച്ചൊന്ന് നിരത്തിയിട്ടാൽ മതി. പിന്നെ ഇതിനിപ്പോൾ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊരു കളറാവും. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പഴയതിൻ്റെ ഇത്രയും നിരത്തണ്ട, ഇത്രയും നിരത്തിയിട്ടാൽ മതി. ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് നിരത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല കളറായി കിട്ടും. നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ രാവിലെ ഉണക്കാനിട്ട് ചെമ്മീൻ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 5:10 അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ചെമ്മീൻ. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഫ്രഷ് ചെമ്മീൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഷീറ്റോട് കൂടി തന്നെ മേളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു കുറച്ച്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ വേണ്ടവർ ഓർഡർ ചെയ്തേക്കണേ. ഫ്രഷ് ചെമ്മീനാണ്. നമ്മൾ ഹോൾസെയിലുണ്ട്, റീറ്റെയിലും ഉണ്ട്. അപ്പോൾ വേണ്ടവരൊന്ന് വിളിച്ചേക്കണ നമ്പർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.
അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ ഇന്ന് ഇപ്പം നമ്മൾ രാവിലെ ഇട്ട ചെമ്മീൻ ഇതേ ഉണങ്ങി നല്ല ഫ്രഷായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയായി, 5:10 ഇപ്പോഴാണ് നമ്മൾ ഉച്ചക്കിടക്കുന്ന കൊട്ടിയിട്ടായിരുന്നല്ലോ. അപ്പോൾ റെഡിയായി നല്ല ഫ്രഷ് ചെമ്മീനാണ്. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് ഓർഡർ ചെയ്തേക്കണേ. നല്ല ഫ്രഷ് ചെമ്മീനാണ്. നമ്മളിപ്പോൾ ചാക്കിൽ കെട്ടി വെക്കാൻ പോവുക. ഞാനൊന്ന് വീഡിയോ എടുക്കാനായിട്ട് വിട്ടു. ഇത്രയും ഞാൻ ചാക്കിലാക്കിയായിരുന്നു. 4-5 കിലോ ഞാൻ ചാക്കിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ നല്ല ഫ്രഷ് ചെമ്മീനാണ്. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് ഓർഡർ ചെയ്തേക്കണേ. പിന്നെ ഇന്ന് കിട്ടിയത് കുറച്ച് നന്ദനായിരുന്നു. ഇന്നലെ കിട്ടിയത്. ഇന്നലെ ഉപ്പിട്ട് വെച്ചിട്ട് ഇത് ഉണക്കാനിട്ട് നന്നായിട്ട് ഉണക്കി. പിന്നെ കുറച്ച് കുറിച്ച് കിട്ടി. ഇത് രണ്ടും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉപ്പിട്ട് വെച്ചപ്പോൾ തന്നെ ഇത് ഓർഡർ ഇട്ട് സെയിലാകിട്ടെ. ഇനിയിപ്പോൾ നാളെ രാവിലെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ഇനിയിപ്പോൾ പുതിയത് വരണം. പുതിയ കസ്റ്റമേഴ്സിന് കൊടുക്കണമെങ്കിൽ പുതിയത് വരണം. ഇതിപ്പോൾ ഉണ്ടായിരുന്നത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളത്. എന്തായാലും സെയിലായി. അപ്പോൾ നിങ്ങൾ ഇനി എന്തെങ്കിലും ഫ്രഷായിട്ടുള്ള നിങ്ങൾ പറയുന്ന എന്ത് മീനും നിങ്ങൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഉണക്കി നിങ്ങളിൽ എത്തിച്ചേരും. നിങ്ങൾ പറയുന്ന ഏത് മീനും നമ്മളെടുത്ത് ഉണക്കി തരും. വേണ്ടവരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ.